ഹലോ ഗായ്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ന്യൂസിലാൻഡിൽ ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ഫിഷിംഗ് ആണെന്ന്. ഇന്നും നമ്മൾ അതുപോലെ ഒരു ഫിഷിങ്ങിനായിട്ട് പോകുവാണ്. ഇന്ന് കാലാവസ്ഥ നല്ലതായിരിക്കും ഇന്നലെ പറഞ്ഞപ്പോഴേ പ്ലാനിട്ടാണ് പിള്ളേരെ സ്കൂളിൽ വിട്ടുകൊണ്ട് നേരെ ഫിഷിങ്ങിന് പോയേക്കാമെന്ന്. ലോ ടൈഡ് സമയമായതുകൊണ്ട് തന്നെ കടലൊക്കെ ഉൾവലിഞ്ഞ് നിൽക്കുവാണ് ഇപ്പോൾ. ഇന്ന് ഞങ്ങൾ 4 പേരുണ്ട് ഫിഷിംഗ് ചെയ്യാൻ പോകാനായിട്ട്. നമ്മളുടെ വണ്ടി അങ്ങനെ പാർക്കിംഗ് സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ വണ്ടി ഇട്ടതിന് ശേഷം നമുക്കൊരു 2 കിലോമീറ്ററോളം നടക്കാനുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഫിഷിംഗ് ചെയ്യാനായിട്ട് വന്നേക്കുന്ന സ്ഥലത്തിൻ്റെ പേര് സ്മഗ്ലേഴ്സ് ബേ എന്നാണ്. ഈ കാണുന്ന ആരോ ലക്ഷ്യമാക്കി നടന്നു പോയാൽ നമ്മളൊരു അടിപൊളി പെബിൾ ബീച്ചിലേക്ക് എത്തിച്ചേരുന്നതാണ്. പക്ഷേ നമ്മൾ അങ്ങോട്ടേക്കല്ല പോകുന്നത്, നമുക്ക് ഇവിടുന്ന് നേരെയാണ് നടക്കാനുള്ളത്. തലേദിവസം തന്നെ നമ്മൾ ഇന്നത്തെ കാലാവസ്ഥയും അതേപോലെ ഇന്നത്തെ ഫിഷിങ്ങിൻ്റെ കണ്ടീഷനും എല്ലാം നോക്കിയിട്ടാണ് ഇങ്ങോട്ടേക്ക് ഫിഷിങ്ങിനായിട്ട് വന്നത്. അതൊക്കെ നോക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് ഞാൻ ഫിഷിംഗ് സ്പോട്ടിൽ എത്തുമ്പോൾ പറയാം. നമ്മൾ ഈ നടന്നു പോകുന്ന വഴി ഫുൾ പുൽമൈതാനങ്ങളാണ്. ചില സമയങ്ങളിൽ നമ്മൾ ഈ നടക്കുന്ന വഴി പശുവൊക്കെ നിൽപ്പുണ്ടാവും. ഒറ്റയ്ക്കൊക്കെ ഇവിടെ നടന്നാൽ ചിലപ്പോൾ സൂക്ഷിക്കേണ്ടി വരും, കാരണം അവന്മാർ എപ്പോഴും നമ്മൾ അറ്റാക്ക് ചെയ്യാം. ഭാഗ്യത്തിന് ഇന്ന് ഒരെണ്ണത്തിലെ പോലും നമ്മുടെ വഴിയിലൊന്നും കണ്ടില്ല. അത്യാവശ്യം ചെറിയ കയറ്റോറൊക്കെ നമുക്ക് നടന്നു കയറാനുണ്ട്. ഈ വീഡിയോക്കെങ്കിലും ഒരു ലൈവ് വോയിസ് ഓവറൊക്കെ കൊടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ പട്ടി കിതക്കും പോലെ കിതക്കുമായിരുന്നു. അതുകൊണ്ട് അതിനൊന്നും സാധിച്ചില്ല. ഈ നടക്കുമ്പോഴുള്ള ക്ഷീണവും സങ്കടവും ഒക്കെ അവിടെ 2 മീനെ പിടിച്ച് കഴിയുമ്പോൾ മാറുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നും നല്ല ദിവസം ആയിരിക്കണമെന്നില്ല. ഇവിടുന്ന് ഒരു മീൻ പോലും കിട്ടാതെ പോയ ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു വിശ്വാസം, അതാണല്ലോ എല്ലാം. സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഓർക്കും, നാട്ടിലൊക്കെ ഒരു 10 കമ്പിലോട്ട് അങ്കീസും കെട്ടി ചൂണ്ടിട്ട് നടന്നതാ. അന്നൊക്കെ നമ്മുടെ ബെയ്റ്റ് എന്ന് വെച്ചാൽ ഒരു മൺവരയോ അല്ലെങ്കിൽ ഒരു വെട്ടിലോ അല്ലെങ്കിൽ പിന്നെ കുറച്ച് മൈദമാവോ ഇതൊക്കെ ധാരാളമായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് അതൊന്നും കൊണ്ട് ഇവിടെ മീനെ പിടിക്കാൻ പറ്റത്തില്ലെന്ന്. ഇപ്പോഴാണ് റോഡ്, റീല്, ബെയ്റ്റ്, ഓഹ് എന്തൊക്കെയാ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പശുക്കള് അവന്മാർ ചാടിപ്പോരിക്കുമ്പോഴാണ് ഈ ഫെൻസ് ഇവിടെ കെട്ടിയേക്കുന്നത്. ഇതും കടന്ന് കുറച്ചുകൂടി നടന്നാൽ മതി നമ്മുടെ സ്പോട്ടെത്തും. അപ്പോൾ ഈ കാണുന്ന ബീച്ചിൻ്റെ സൈഡിൽ നിന്നാണ് കേട്ടോ നമ്മളിന്ന് ചൂണ്ടിടാനായിട്ട് പോകുന്നത്. ഏറെക്കുറെ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും നമ്മളിന്ന് എന്ത് തരം ഫിഷിങ്ങാണ് ചെയ്യാനായിട്ട് പോകുന്നതെന്ന്. അത് റോക്ക് ഫിഷിംഗ് ആണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഷിംഗ് സ്പോട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാലാവസ്ഥയും അതേപോലെ ഫിഷിങ്ങിൻ്റെ ടൈമൊക്കെ നോക്കണമെന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. ഞങ്ങൾ ഈ വന്നിരിക്കുന്ന സമയം എന്ന് പറയുമ്പോൾ ലോ ടൈഡിൻ്റെ സമയമാണ്. എന്ന് പറയുമ്പോൾ കടൽ ഉൾവലിഞ്ഞ് നിൽക്കുവാണിപ്പോൾ. അപ്പോൾ ഈ ലോ ടൈഡിൽ നിന്നും ഹൈ ടൈഡിലോട്ട് ആവുന്ന സമയത്താണ് നമുക്ക് കൂടുതൽ ഫിഷിനെ കിട്ടുന്നത്. ഇങ്ങോട്ടേക്ക് വരാൻ സേഫും ആ ഒരു സമയത്താണ്. ഞാനിതൊക്കെ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, ഇവിടെ പല ഇൻസിഡൻസും ഉണ്ടായിട്ടുള്ളതാണ് റോക്ക് ഫിഷിംഗ് ചെയ്യാൻ പോയിട്ട്. ഞങ്ങളുടെ മാക്സിമം സേഫ്റ്റി നോക്കിയാണ് ഇവിടെ ഫിഷിംഗ് ചെയ്യാനായിട്ട് വന്നേക്കുന്നത്. ഇവിടേക്ക് ഒറ്റയ്ക്ക് വന്ന് ഫിഷിംഗ് ചെയ്യാനും ഞാൻ പ്രിഫർ ചെയ്യത്തില്ല. അപ്പോൾ ഒഫീഷ്യലി ഞങ്ങളുടെ ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആദ്യമായിട്ടിരുന്ന ബെയ്റ്റ് മാക്രലാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ മത്തിയാണ്. മത്തി കൂടാണ്ട് പിൽച്ചാട്, അതായത് അയിലയും അതേപോലെ സ്ക്വിഡും ഉണ്ട് നമ്മുടെ കയ്യിൽ. അങ്ങനെ ഇതാ ഫസ്റ്റ് കാസ്റ്റിംഗ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ക്ഷമ വേണ്ട ഒരു പരിപാടിയാണ് ഈ ഫിഷിങ്. ചിലപ്പോൾ ഒറ്റയടിക്ക് മീൻ കൊത്തും, ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും, ചിലപ്പോൾ കുറേ സമയം എടുക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കടലൊക്കെ ഭയങ്കര ശാന്തമാണിപ്പോൾ. നല്ല തിരയൊക്കെ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരിക്കലും ഇതുപോലത്തെ സ്പോട്ടിൽ നിന്ന് ഫിഷിംഗ് ചെയ്യാനായിട്ട് പോകരുത്. കാരണം മീനേക്കാളും എന്തുകൊണ്ടും നമുക്ക് നമ്മുടെ ജീവൻ തന്നെയാണ് വലുത്. ആദ്യത്തെ ഒരു അരമണിക്കൂർ ഞങ്ങൾ ആർക്കും ഒരു പൊടിമീൻ പോലും കൊത്തിയില്ല. പക്ഷേ എല്ലാത്തിനും അതിൻ്റേതായിട്ടൊരു സമയമുണ്ടല്ലോ. ആ ഒരു സമയത്തിനായിട്ട് കാത്തിരുന്ന് മടുത്തപ്പോൾ അവസാനം ഞാൻ എൻ്റെ ബെയ്റ്റ് മാറ്റി പിൽച്ചാളിൽ നിന്ന് സ്ക്വിഡിലേക്ക് കടന്നു. ഇതിലെങ്കിലും ഒരെണ്ണം കൊത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷ തെറ്റിയില്ല. ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട്. ഇത് സ്നാപ്പറല്ല, സ്നാപ്പറല്ല. അങ്ങോട്ട് കൊണ്ടുപോകാൻ നോക്കണമല്ലേ, പോണമല്ലേ. അവിടെ വരെ ഒരാളെ സെറ്റപ്പില്ല. ആളോടാ അങ്ങനെ നമ്മുടെ ആദ്യത്തെ ക്യാച്ച് ചെയ്താൽ കിട്ടിയിരിക്കുകയാണ്. ഫസ്റ്റ് കിട്ടിയത് ഒരു ട്രെവലിയാണ്. ട്രാവലി അല്ലേ? പിന്നെ അങ്ങനെ ജീവനോടെ ഇടാണോ കൊല്ലാണോ? അല്ല ഇടാൻ സ്ഥലം ഉണ്ടാ? എവിടെ ഇടാനാ? അളക്കുന്നുണ്ടോ? അവന് അല്ലേ സൈസില്ലേ? നോക്കിയാ 25 എത്ര ഉണ്ടോ? അത്ര ഉണ്ടോ? ഇവിടെ അളക്കുന്ന കാര്യവും അതേപോലെ തന്നെ 25 സെന്റിമീറ്റർ ഒക്കെ പറഞ്ഞ വേറെ ഒന്നും കൊണ്ടല്ല. ട്രെവലിലേക്ക് നമുക്ക് വേണ്ട ലെങ്ത് 25 സെന്റിമീറ്റർ ആണ്. അതിന് താഴത്തുള്ളൊരു മീനെ നമുക്ക് കിട്ടുവാണെങ്കിൽ തിരിച്ച് നമ്മൾ കടലിലേക്ക് തന്നെ വിടണം. ഭാഗ്യത്തിന് നമുക്ക് കിട്ടിയേക്കുന്നവന് 25 സെന്റിമീറ്റർ മേലെയുണ്ട് ലെങ്ത്. നമ്മളിവിടെ ഒരു പിറ്റിൽ കുറച്ച് വെള്ളമുണ്ട്, അവിടെ ഇവന് തൽക്കാലത്തേക്ക് ഇടാൻ പോവാണ്. നേരത്തെ പറഞ്ഞ ലെങ്ത് ഓരോ മീനനുസരിച്ച് മാറും. നമുക്ക് ഈ കിട്ടിയേക്കുന്നത് ഒരു സ്നാപ്പറിനെയാണ്. ഇവൻ ചറ പറ നമുക്ക് അടിക്കുന്നുണ്ടായിരുന്നു.
പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു 30 സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവനെ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവനെ തിരിച്ച് കടലിലേക്ക് തന്നെ വിടുവാണ്. പക്ഷേ ഈ നിയമം മനുഷ്യർക്കേ ബാധകമുള്ളൂ. കാരണം നമ്മൾ ഇട്ട് കൊടുത്തവനെ ദേ ഒറ്റയടിക്ക് പിടിക്കാൻ വേണ്ടി താഴത്തെ അടുത്ത് കാത്തിരിപ്പുണ്ടായിരുന്നു. ഇവനാണ് കവാവു. നമ്മുടെ നാട്ടിലേക്ക് കടൽ ചെമ്പല്ലിയാണ് ഈ സ്നാപ്പർ എന്ന് പറയുന്നത്. നല്ല മൂർച്ചയുള്ള പല്ലും അതേപോലെ നല്ല അടിപൊളി മുള്ളുമാണ് ഇവന്മാർക്കുള്ളത്. ഒരു കുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കും. ഇവനും അണ്ടർ സൈസാണ്, അതുകൊണ്ട് ഇവനെ നമ്മൾ തിരിച്ച് കടലിലേക്ക് ഇടുവാണ്. ഇതുപോലത്തെ ലിമിറ്റഡ് സ്പേസിൽ നിന്ന് ചൂണ്ടിടുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ പണി ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. വേറൊന്നുമല്ല, 3 ചൂണ്ടയും കൂടി കുരുങ്ങി നല്ല അലമ്പായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഊരിയെടുക്കണമെങ്കിൽ നല്ല ടൈം എടുക്കും. അങ്ങനെ ബെയ്റ്റായിട്ട് മത്തിയായിട്ട് നമുക്ക് ചൂണ്ടിലൊരു അയിലിനെ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സൈസുള്ളൊരു അയില തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോ ടൈഡിൽ നിന്നും ഹൈ ടൈഡിലേക്കുള്ള സമയത്താണ് നമ്മളുടെ ഫിഷിംഗ് ചെയ്യാനായിട്ട് വന്നേക്കുന്നതെന്ന്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമ്മൾ ഇട്ടിച്ച പിറ്റിൽ വെള്ളം കയറാനായിട്ട് തുടങ്ങി. ഇനിയിപ്പോൾ ആ പിറ്റിൽ കിടക്കുന്ന മീനുകളെ എല്ലാത്തിനെയും കൊന്നേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇവന്മാരെല്ലാം തിരിച്ച് കടലിലേക്ക് തന്നെ പോകും. നമ്മൾ ഈ വെള്ളത്തിൽ നിന്ന് എടുത്ത് ജീവനോടെ തന്നെ ബാസ്ക്കറ്റിൽ ഇടാണ്ട് ഇതുപോലെ കൊല്ലുന്ന എന്തിനാന്ന് വെച്ചാൽ കരയ്ക്ക് കിടക്കുന്ന ഫിഷ് ലാക്റ്റിക് ആസിഡ് പുറപ്പെടുവിക്കും. അത് ഫിഷിൻ്റെ ടേസ്റ്റ് കളയുമെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ ഫിഷിങ് ചെയ്യുന്നതിൻ്റെ സൈഡിൽ തന്നെയുള്ള പോർഷനാണ് ഈ കാണുന്നത്. കുറേ സീ പ്ലാന്റ്സും അതേപോലെ ചെറിയ ചെറിയ മീനുകളും അവിടേക്ക് നടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഭാഗത്തൊക്കെ സ്നോർക്കലിംഗ് ഒക്കെ ചെയ്യാൻ അടിപൊളിയായിരിക്കും. ഞങ്ങൾ ഫിഷിങ് ചെയ്യാൻ വന്നതുകൊണ്ട് ഞങ്ങളെക്കാൾ ലാഭം ഇവനാണ് ഉണ്ടായിട്ടുള്ളത്. അണ്ടർ സൈസ് ആയിട്ടുള്ള ഫിഷുകളെല്ലാത്തിനെയും ഒരു വിധത്തിൽ രക്ഷപ്പെടാൻ സംഭവിക്കാണ്ട് എല്ലാത്തിനെയും അവൻ പൊക്കുന്നുണ്ടായിരുന്നു. ഇന്ന് കിട്ടിയതിൽ ഏറ്റവും വമ്പനെയാണ് ഈ വലിച്ച് കരയ്ക്കോട്ട് അടുപ്പിച്ചിരിക്കുന്നത്. നല്ല അടിപൊളി സൈസുള്ളൊരു കവായനാണ് അടിച്ചേക്കുന്നത്. വെള്ളത്തിൽ നിന്നും പൊക്കിയെടുത്ത ആൾക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ ആയിട്ടുള്ള ഏകദേശം മൊത്തം കാണിക്കുന്നുണ്ട്. വിട്ടുപോകല്ലെന്ന് പറഞ്ഞ് അങ്ങോട്ട് വിട്ടതേ ഉള്ളൂ. വിട്ടുപോയി ഗൈസ്. പക്ഷെ അവനെ അങ്ങനെയൊന്നും വിട്ടുകളയാനായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. ഷൂ പോലും ഊരാൻ നിന്നില്ല. അതിന് മുന്നേ ആണ് വെള്ളത്തിലേക്ക് ചാടി. റൈറ്റ് സൈഡ് കവർ ചെയ്യാനായിട്ട് ഞാനും വെള്ളത്തിലേക്ക് ഇറങ്ങി. ഇവിടെ വന്നിട്ടില്ല, കയറി ഇല്ല ഇല്ല. അവസാനം എൻ്റെ കയ്യിൽ തന്നെ ആവുമെന്ന് വിട്ടു. കത്തി വെക്കട്ടാ അല്ലേ? അടിപൊളി സാധനം. ചേട്ടാ കൈ പിടിച്ചത്, അപ്പം എനിക്ക് കറക്റ്റായിട്ട് കിട്ടും. കാണിച്ചേട്ടാ, ഇവനെ ഇനിയും ജീവിക്കാൻ അനുവദിച്ചുകൂടാന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ കിട്ടിയ പാടെ തന്നെ അവനെ അങ്ങോട്ട് കൊന്നു. ഏകദേശം ഈ ഒരു പോയിന്റിൽ കുത്തിയാൽ മീനുകൾ പെട്ടെന്ന് ചാവും. ഇവിടുത്തെ ലോക്കൽസാണ് നമുക്ക് ഈ ഐഡിയ പറഞ്ഞു തന്നത്. അപ്പോൾ നമ്മുടെ ഫിഷിങ് ഞങ്ങൾ നിർത്തുവാണ്. 10:30 വന്നാണ്, ഇപ്പോൾ 1:30 ആയിട്ടുണ്ട്. ലോ ടൈഡിൽ വന്നാണ്, ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. വാട്ടർ ലെവൽ കൂടിയിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം വന്നപ്പോൾ നിന്നുവെച്ച കല്ലൊക്കെ ഏകദേശം വെള്ളത്തിൻ്റെ അടിയിലായിട്ടുണ്ട്. തിരിച്ചു പോകുന്ന വഴിയിലും വെള്ളമായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്യാച്ച്. 6 ട്രവലിയും അതേപോലെ ഒരു കവായും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം പാക്ക് ചെയ്ത് പോകാൻ വേണ്ടി നിന്നപ്പോഴാണ് ലാസ്റ്റായിട്ട് പിന്നെ ഒരു കവായ കൂടി നമുക്ക് അടിച്ചത്. അവനും അത്യാവശ്യം സൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നെന്തായാലും ഫിഷിങ്ങിന് വന്നത് എന്തുകൊണ്ടും വെറുത്തായി. ഇതെല്ലാത്തിനും ഇനി പാക്ക് ചെയ്ത് നമുക്ക് തിരിച്ച് നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് പോകേണ്ടതാണ്. ഞാൻ നേരത്തെ മുകളിൽ നിന്ന് കാണിച്ച ബീച്ചാണ് ഈ കാണുന്നത്. ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും, ഈ ബീച്ചിൽ ചെറിയ ചെറിയ കല്ലുകളാണ് മണലിന് പകരമായിട്ടുള്ളത്. ഫാങ്കരിയെക്കുറിച്ചുള്ള ബാക്കി ബീച്ചസിൽ നിന്നും ഇതിനെ യൂണീക്ക് ആക്കുന്നതും ഇത് തന്നെയാണ്. ഇങ്ങോട്ട് വരുന്നതിനേക്കാൾ പാടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. മീനുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം വെയിറ്റ് ചുമന്ന് വേണം നമുക്ക് തിരിച്ച് പോകാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഫിഷിങ്ങിന് വന്നവർ മാക്സിമം ഒരു ലിമിറ്റിൽ ഫിഷിനെ പിടിക്കാൻ നോക്കുക. ഓവറായി കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും തിരിച്ചു കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും ഇതുപോലത്തെ വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബായ്.